നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായ 4ാം ട്വന്റി മത്സരത്തിലെ നാണംകെട്ട പരാജയത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചില കളിക്കാരുടെ പ്രകടനത്തെയും മാനേജ്മെന്റ് സെലക്ഷൻ രീതികളെക്കുറിച്ചും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും വലിയ പരാജയങ്ങളായി മാറിയിരിക്കുന്ന വൺ ഡൗൺ ഇറങ്ങുന്ന ഇഷാൻ കിഷാനും വൈസ് ക്യാപ്റ്റൻ തിലകവർമ്മയും ഒരിക്കൽ കൂടി ബാറ്റിംഗിൽ വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള 4ാം അംഗത്തിൽ രണ്ടുപേരും ഒന്നിനും കൊള്ളാത്ത നനഞ്ഞ പടക്കങ്ങളായി മാറുന്ന കാഴ്ചയാണ് ബ്രിസ്റ്റോളിൽ കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പര ജീവനോടെ നിലനിർത്താൻ ജയം അനിവാര്യമായിരുന്ന ഒരു ഡു ഓർ ഡൈ മത്സരമായിരുന്നു ഇത്. ഇത്തരമൊരു നിർണായക സാഹചര്യത്തിൽ സീനിയർ താരങ്ങളിൽ നിന്നും മുൻനിരക്കാരിൽ നിന്നും മികച്ച ഇന്നിംഗ്സുകളാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ടീമിനോ കളിക്കോ യാതൊരുവിധ ഗുണവുമുണ്ടാക്കാതെ തികച്ചും നിസ്സഹായാവസ്ഥയിലാണ് ഇഷാനും തിലകും ക്രീസുവിട്ടത്. വെറും 6 പന്തുകൾ നേരിട്ട് 4 റൺസ് മാത്രമാണ് ഇഷാൻ കിഷാൻ നേടാനായത്. മറുഭാഗത്ത് വലിയ പുരോഗമനം അവകാശപ്പെട്ട് ഇറങ്ങിയ തിലകവർമ്മയാകട്ടെ 8 പന്തിൽ 11 റൺസെടുത്ത് പെട്ടെന്ന് തന്നെ മടങ്ങുകയും ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും മോശം ഫോമിലും വീണ്ടും വീണ്ടും അവസരങ്ങൾ വെച്ച് നീട്ടുന്ന ടീം മാനേജ്മെന്റ് മലയാളിത്താരം സഞ്ജു സാംസണിന് മാത്രം എന്തുകൊണ്ട് ഇത്തരമൊരു പിന്തുണ നൽകാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ചോദിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാരെ അളക്കാൻ 2 തരത്തിലുള്ള നിയമങ്ങളാണോ നിലവിലുള്ളത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന ചോദ്യം. സഞ്ജു സാംസണിന് ഒരു നിയമവും ഇഷാൻ കിഷാൻ തിലകവർമ്മ എന്നിവർക്ക് മറ്റൊരു നിയമവുമാണോ ഇവിടെ നടപ്പിലാക്കുന്നത്? ഇതിനെ സാധൂകരിക്കുന്ന കൃത്യമായ കണക്കുകളാണ് ആരാധകർ ഇപ്പോൾ പുറത്തുവരുന്നത്. കളിക്കാരുടെ അവസാന 6 ട്വന്റി ഇന്നിംഗ്സുകളുടെ പ്രകടനം പരിശോധിച്ചാൽ ഈ വിവേചനം വ്യക്തമാക്കും. ഇഷാൻ കിഷാന്റെ അവസാന 6 ഇന്നിംഗ്സുകൾ: 6 പന്തിൽ 7 റണ്ണ്, 10 പന്തിൽ 13 റണ്ണ്, 40 പന്തിൽ 49 റണ്ണ്, 3 പന്തിൽ 0, 11 പന്തിൽ 12, 2 പന്തിൽ 1. അഭിഷേക് ശർമ്മയുടെ അവസാന 6 ഇന്നിംഗ്സുകൾ: 14 പന്തിൽ 15, 7 പന്തിൽ 10 റണ്ണ്, 22 പന്തിൽ 43, 32 പന്തിൽ 59, 28 പന്തിൽ 49. തിലകവർമ്മയുടെ അവസാന 6 ഇന്നിംഗ്സുകൾ: 11 പന്തിൽ 3, 11 പന്തിൽ 24, 13 പന്തിൽ 13, 46 പന്തിൽ 55, 21 പന്തിൽ 19, 19 പന്തിൽ 22. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇഷാനും തിലകും എത്രത്തോളം അസ്ഥിരമായാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ വെറും 3 ട്വന്റി ഇന്നിംഗ്സുകൾ പ്രതീക്ഷിച്ചത്ര തെളിഞ്ഞില്ലെന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും ചേർന്ന് ഇന്ത്യക്ക് ട്വന്റി ലോകകപ്പ് നേടിത്തരുന്നതിൽ പ്രധാന പങ്കുവച്ച സഞ്ജു സാംസണിനെ പ്ലേയിങ് 11-ൽ നിന്നും പുറത്താക്കിയത്. തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും ഇഷാൻ കിഷാനും തിലകവർമ്മയും പോലുള്ള കളിക്കാരെ കോച്ച് ഗൗതം ഗംഭീർ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നത് എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ആരാധകർ ചോദിക്കുന്നു. ഇഷാൻ കിഷാൻ ഒരിക്കൽ കൂടി വിദേശത്തെ പേസിനെയും സ്വിംഗിനെയും തുണയ്ക്കുന്ന സാഹചര്യങ്ങളിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഫ്ലാറ്റ് പിച്ചുകളിൽ റൺമഴ പെയ്യിച്ച് വലിയ സ്കോറുകൾ നേടുന്ന ഇഷാന് ഇംഗ്ലണ്ടിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഓരോ റൺസിനായും കടുത്ത പോരാട്ടം നടത്തേണ്ടി വരുന്നു. ഇംഗ്ലണ്ടിൽ നടന്ന 4 കളികളിലായി ഇഷാൻ കിഷാന്റെ ആകെ സമ്പാദ്യം വെറും 66 റൺസ് മാത്രമാണ്. 0